ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് മുട്ട സുർക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഇവിടെ ഞാൻ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ പച്ചരി ഒരു 2 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിരിക്കുന്നതാണ്. അതിന് നമ്മളൊന്ന് ജാറിലിട്ടിട്ട് അത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ പച്ചരിനൊന്ന് നല്ലപോലെ അടിച്ചെടുക്കുക. പിന്നെ ഞാൻ അരി ഏകദേശം നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു മുട്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ 1 കപ്പ് അരി എടുക്കുമ്പോൾ നമ്മൾ 1 മുട്ട എടുക്കുക. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്തോരം അരി എടുക്കുന്നോ അതനുസരിച്ചിട്ട് മുട്ടയുടെ എണ്ണം കൂട്ടി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈ മുട്ടയെ കൂടെ അതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കുക. ഇനി നമുക്കിതിനെ ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ഏകദേശം എല്ലാം കൂടെ മുട്ടയും അരിയും കൂടെ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾ ഈ മുട്ട സുർക്കയ്ക്കുള്ള ബാറ്റർ അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും വെള്ളം കൂടിപ്പോകരുത്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മളിത് നേരെ കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണയിലേക്ക്. അപ്പം വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പം അതനുസരിച്ചിട്ട് വെള്ളമൊക്കെ നല്ല സൂക്ഷിച്ച് വേണം ഇതിനകത്തേക്ക് ഒഴിക്കാനായിട്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് അഡീഷണൽ ആയിട്ട് ഇത് സാധാ ആരും ഒന്നും ഉപയോഗിക്കാറില്ല. മുട്ട സുർക്ക എന്ന് പറയുമ്പോൾ ആകെ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ കൂടെ അല്പം ഉപ്പും കൂടെ ഇട്ടാലും മുട്ട സുർക്കയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഒരു ഇത്തിരി കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് അല്പം പച്ചമുളക്, അതായത് ഒരു 2 എരിവുള്ള പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. അല്പം സവാളയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കൂടുതൽ കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് ജീരകവും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ നിങ്ങളുടെ എന്തോരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ മുട്ട സുർക്കയ്ക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം മുട്ട സുർക്കയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ പൊരിച്ചെടുക്കുക. അപ്പം നമുക്ക് മുട്ട സുർക്ക ഉണ്ടാക്കാനായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ മുട്ട സുർക്കയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഷേപ്പ് ഒന്നും കിട്ടില്ല. നമ്മൾ ഒഴിക്കുമ്പോൾ ഏത് ഷേപ്പ് ആവുന്നോ ആ ഷേപ്പിൽ തന്നെയാണ് അത് വരിക. പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ടുട്ടൂസ് കിച്ചൻ്റെ ഏതെങ്കിലും റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കയറുക, വേണ്ട റെസിപ്പി ഏതാണോ അതിൻ്റെ കൂടെ ടുട്ടൂസ് കിച്ചണിനും കൂടെ അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ടുട്ടൂസിനും കൂടെ അടിച്ചു കൊടുക്കുക. പലർക്കും സ്പെല്ലിങ് തെറ്റിയടിച്ചിട്ട് ഇത് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ സ്പെല്ലിംഗ് ഒന്നുകൂടെ പറഞ്ഞു തരാം. TUTTUZE, അതാണ് ടുട്ടൂസിൻ്റെ സ്പെല്ലിങ്. ഇന്ന് ഞങ്ങൾക്കൊരു നോമ്പൊക്കെ ഉള്ള ദിവസമാണ്. അതുകൊണ്ട് ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, കഠിന വ്രതത്തിലാണ്. അപ്പം നോമ്പ് തുറക്കി വേണ്ടിയിട്ടാണ് ഞാൻ ഈ മുട്ട സുർക്ക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇത് പോസ്റ്റ് ചെയ്തേക്കാന്നും കൂടെ വിചാരിച്ചു. ഒരു ഭാഗം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നെയ്യപ്പമൊക്കെ ചുട്ടെടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ നേരെ കോരി ഒഴിക്കുകയാണ്. പക്ഷെ നെയ്യപ്പത്തിന്റെ മാവിന് ഇതിനേലും കൂടുതൽ കട്ടി ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ 2 ഭാഗത്തും
ഇതേമാതിരി പോളം പോലെ വരും. പക്ഷേ മുട്ട സുർക്കയുടെ അതിലും അല്പം ലൂസായിട്ടാണ് ബാറ്റർ ഇരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിന് പ്രത്യേകിച്ചൊരു ഷേപ്പൊന്നും ആയിട്ട് നമുക്ക് കിട്ടില്ല. അതിൻ്റെ ഇതേമാതിരി പൊന്തിയൊക്കെ കിട്ടും, പക്ഷെ ഒരു പ്രത്യേകിച്ച് ഷേപ്പൊന്നും ആയിട്ട് നമുക്കിതിന് കിട്ടില്ല. നമ്മൾ ഒഴിക്കുന്നത് ഏതാണോ അതാണ് മുട്ട സുർക്കയുടെ ഷേപ്പ്. നല്ലപോലെ നമുക്കൊന്ന് മുക്കി പൊരിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ വെന്ത് കിട്ടില്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടേസ്റ്റ് ചിലപ്പോൾ മുട്ട സുർക്കയ്ക്ക് കിട്ടിയെന്ന് വരില്ല. നമ്മൾ ഒഴിക്കുമ്പോൾ തീ ഒന്ന് കുറച്ചിടുക. അത് കഴിഞ്ഞിട്ട് തീ അല്പം കൂട്ടി വയ്ക്കുക. ഇപ്പം ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി വയ്ക്കാം. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും ചുട്ടെടുക്കാം.